നട്ടുച്ച വരെ പോത്തുവരെ കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ഇപ്പൊ ഒന്ന് പുറത്തു വന്ന ശേഷം ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന രംഗാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഓളെ വിളിച്ചപ്പോൾ ഓള് പറയാ ഇനിയും ഒരു അരമണിക്കൂർ പോസ്റ്റോടെ. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ സൈക്കിൾ ഓടിച്ചോണ്ട് നടന്ന് ഈ മോനെ സോപ്പിട്ട് കുറച്ച് ഫോട്ടോ എടുപ്പിച്ചു. ആള് ചെറുതാണെങ്കിൽ ഓനെടുത്ത പിക്ചേഴ്സ് ഒക്കെ വേറെ ലെവലാട്ടോ. ഇത്രയും ഞാൻ ഇടങ്ങിറക്കിയിട്ട് ഓൻ എന്നോട് ഒറ്റൊരു കാര്യമായിട്ടേ പറഞ്ഞുള്ളൂ, സൂപ്പർ വാവേനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് തരുമോന്ന്. വാവേനെ വിളിച്ചാലും എവിടെ നോക്കിയാലും റമീസ് വേടാലൻ. വാവേനെ കിടന്ന് ചെക്കൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ എന്റെ ഫ്രണ്ട് നമ്മൾ പിന്നെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോ കുറെ നേരം ഒരു ബ്യൂട്ടിഫുൾ ചെക്കൻ എന്റെ നേരെ നോക്കണ്. എനിക്ക് അങ്ങോട്ട് പൊലിവായി. അടുത്ത് പോയി നോക്കിയപ്പോഴല്ലേ ഈ വള്ളിയാന്ന് മനസ്സിലായേ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഡിപ്രഷൻ അവിടെ അടുത്ത വണ്ടി പിടിച്ച് നേരെ നമ്മുടെ കാക്കനാട് വെസ്റ്റ് സൈഡിൽ പെരുന്നാളൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ കിട്ടിയാ കൂട്ടി അല്ലേ ചട്ടി മരിച്ചു പറക്കണ്ട്. പോടവിടുന്ന് എന്റെ കണ്ടുപോയത് ഈ വലിയ ഹോർഡിങ്ങിൽ നോക്കുമ്പോ എന്താ കൊറേ താത്താരെ ഫോട്ടോ. ഇതാരാന്നറിയാതെ എനിക്കൊരു സമാധാനം ഇല്ല. ഇനി ഇവരെങ്ങനെ സെലിബ്രിറ്റീസ് ആവും. പൊതുവെ നമ്മുടെ സെലിബ്രിറ്റീസിനാണല്ലോ ഇത്രയും വലിയ ഹോർഡിങ്സിലൊക്കെ കാണാം. അന്വേഷിച്ചപ്പോഴേ മനസ്സിലായി നമ്മുടെ മാർക്കറ്റിംഗ് ഏജൻസിയായ ക്വാഡ് ക്യൂബ്സിലും CD അക്കാഡമിയിലും ഫൗണ്ടേഴ്സ് തൊട്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്സ് വരെയുള്ള കമ്പനിയിൽ ഫുൾ വിമൻ സ്റ്റാഫ്സ് നടത്തും. ഇന്ന് വിമൻസ് ഡേയോട് അനുബന്ധിച്ച് കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്ത് ഇത്രയും പ്രൈം സ്പോട്ടിൽ അവരുടെ സ്റ്റാഫ്സിനെ അപ്രീഷിയേറ്റ് ചെയ്തൊരു ഹോർഡിംഗ് വെക്കണം എന്ന് പറഞ്ഞ ചില്ലറ കാര്യമില്ല. എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നി. ഇന്ന് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു കുഴച്ചില്ല. നേരെ നോമ്പുറക്കാൻ വേണ്ടി നമ്മൾ പോയിക്കറിയിലോട്ട് എന്തോ ഒരു വെറൈറ്റി ഐറ്റംസ് ആണ്. ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സങ്ങനെ ഡെയിലി ചിക്കൻ കഴിച്ച ശേഷം അടുത്ത് ആരൊരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്. ഏതാ മീനും അതിന്റെ മസാലയും അങ്ങനെ വയറടിച്ച് ഫുഡും കഴിച്ച് നമ്മള് വെട്ടിപ്പോയി. അപ്പൊ ഓക്കേടാ, ബൈഡാ.